ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നുണ്ടല്ലോ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ നോക്കിയാലോ. അതായത് പേഷ്യൻസ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഫിസിയോ റിലേറ്റഡ് കുറച്ച് ഡൗട്ട്സും കൺസേൺസും എൻ്റെ അടുത്ത് ഒരു 3-4 പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫിസിയോതെറാപ്പി പെർമനൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കംപ്ലീറ്റ് ക്യൂർ കിട്ടുമോ എന്ന്. തീർച്ചയായും ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു റിലീഫാണ് തരുന്നത്. അതായത് ഒരു ഫിസിയോസ് നമ്മുടെ റൂട്ട് കോസ്, അതായത് നിങ്ങൾ വരുന്ന നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം, റൂട്ടായിട്ടുള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കും, അത് ഡയഗ്നോസ് ചെയ്യും, എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് തരുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഫിസിയോസ് പറയുന്നതിനെ കൂടെ എക്സസൈസും ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും നല്ലൊരു ഡയറ്റും നല്ല രീതിയിൽ അങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ നിങ്ങളുടെ പ്രശ്നത്തിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചധികം പേഷ്യൻസ് നമ്മളടുത്ത് ചോദിക്കുന്നതാണ്, എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ മാം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മേലുനൊമ്പരം അല്ലെങ്കിൽ ഒരു സോർനെസ് ഒക്കെ വരുന്നുണ്ടെന്ന്. ചെറിയ രീതിയിലുള്ള സോർനെസ് ഒക്കെ വളരെ നോർമലാണ്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ മസിൽസ് നമ്മൾ ചെയ്യുന്ന എക്സസൈസിനോട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് സ്ട്രോങ്ങർ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സിംറ്റമാണ് ഈ സോർനെസ് എന്ന് പറയുന്നത്. 24 to 48 hours അത് റെഡ്യൂസ് ആയിക്കോളും. ദാറ്റ് ഈസ് എ ഗുഡ് സിംറ്റം. സോ സോർനെസ് വരുന്നതിന് ഓർത്ത് ആരും കൺസേൺ ആവരുത്. പിന്നെ കുറച്ചധികം പേഷ്യൻസ് നമ്മൾ ചോദിക്കുന്നതാണ്, ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ വേദനയും ഈ ക്ഷീണവും ഒക്കെ മാറുമെന്ന്. ശരിക്കും കൂടുതലായിട്ടുള്ള ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേദന അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണം കൂടുകയാണ് ചെയ്യുന്നത്, കുറയത്തില്ല. അതിന് പകരം ബെഡ് റെസ്റ്റ് എടുക്കുന്നതിന് പകരം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട കണ്ടീഷനിലൊക്കെ ബെഡ് റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്തിന് പകരം ജെൻറലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. ഈ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവുന്നതിലൂടെ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഫാസ്റ്ററായിട്ട് ഹീലാവും. സോ ടു മച്ച് ആയിട്ടുള്ള ബെഡ് റെസ്റ്റ് എടുക്കാത്തതാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. ഞാൻ അതിനുള്ള ആൻസേഴ്സ് എല്ലാം തരുന്നതായിരിക്കും. സോ please subscribe and ta-da!